എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖല്ലേ? നമ്മള് കുറെ കാലങ്ങൾക്ക് ശേഷം, കുറെ മാസങ്ങൾ തന്നെ ആയി ഒരു വെബിനാറിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്, വെബിനാർ കൊടുത്തിട്ടൊക്കെ അല്ലേ? ഓക്കെ, ഇനി ഏതായാലും നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഏതായിരുന്നാലും ആരും മറക്കണ്ട, തിങ്കൾ ചൊവ്വ അതുപോലെ തന്നെ ശനി അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ വെബിനാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാഴ്ചയിൽ 2 or 3 ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പരാജയ ഭയം അല്ലേ? നമുക്ക് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്കൊരു പേടിയുള്ള ഒരു സംഭവമാണ് തോറ്റു പോകുമോ എന്നുള്ളത്. തോൽവിയെ അഭിമുഖീകരിക്കാന് പലർക്കും ഭയമാണ്. തോൽക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പലരും പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാറുണ്ട്, പല മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ കഴിയാതെ ഈ ഒരു ഭയം കാരണം മാറി നിന്നവരുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആയിരിക്കും, അതല്ലെങ്കിൽ കുറച്ചും കൂടി വലുതായതിനു ശേഷം നമ്മുടെ ഫാമിലിന്നോ അതല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നോ. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, അതിന് പോകണ്ടെന്ന്, അത് തോൽക്കുമെന്ന് ഉറപ്പാണ്. പല കുട്ടികൾക്കും എക്സാം സമയത്ത് ഈ ഒരു ഭയം ഉണ്ടാവാറുണ്ട്. എക്സാമിൽ തോറ്റു പോവോ എന്നുള്ള പേടി. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ സൂയിസൈഡ് ചെയ്ത ചില കുട്ടികളെങ്കിലും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്വന്തത്തിന്റെ തന്നെ ആത്മവിശ്വാസ കുറവായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ തോൽവി എന്നുള്ള ഭയം ഉള്ളിലേക്ക് കടന്നു കൂടുന്നത്. അതുപോലെ തന്നെ ചില സംബന്ധിച്ചിടത്തോളം പെർഫെക്ഷനിസം എന്ന് പറയും. എന്ത് ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആവണം, അതില് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പാരൻസ് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും അതിലെ ചെറിയൊരു മൈന്യൂട്ട് പോയിന്റ് എങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതും കൂടെ ശരിയാക്കി വരാൻ പറയുന്ന പാരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇത്തിരി പോലും മിസ്റ്റേക്ക് വരുത്താതെ ചെയ്യണം എന്ന് പറയുന്ന, കമ്പൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും അതിന്റെ പിന്നാലെ പോകും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നെങ്കിലും മാത്രമേ അവര് ആ സംഗതിയോട് അടുക്കുക തന്നെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ കിച്ചണിൽ ആയാലും എന്താണ്, ചില ഉമ്മമാര് അല്ലെങ്കിൽ ചില അമ്മമാര് കറിക്കൂട്ടുകളെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം പാചകം ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും ഇത്തിരി ഒരു നീക്കുപോക്കിനും ഒന്നും ഒരു തയ്യാറല്ലാത്ത രീതിയിൽ. അതുമാതിരി തന്നെ നമ്മുടെ എക്സ്റ്റേണൽ പ്രഷർ, മറ്റുള്ളവരുടെ പ്രഷർ, എന്തായിരുന്നാലും നീ ഫസ്റ്റ് റാങ്ക്, അതിൽ കുറഞ്ഞാൽ വേറെ ഒന്നിനും ഒരു കോംപ്രമൈസിനും തയ്യാറില്ല, ഫുൾ മാർക്ക് കിട്ടണം, അതല്ലെങ്കിൽ 99% മാർക്കായിട്ട് വരണം, ഫുൾ A+ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനെ വല്ലാതെ കമ്പൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ വല്ലാതെ പ്രഷറൈസ് ചെയ്യുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു വാശിയൊക്കെ ഉണ്ടാവാറുള്ളത്, ഒരു പേടിയൊക്കെ ഉണ്ടാവാറുള്ളത്. അവർക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വാശി ഉണ്ടാവും സഹപാഠികളോട്, അതിൻ്റെ കൂടെ പഠിക്കുന്നവര് അവരെക്കാൾ മികച്ചു നിൽക്കുമ്പോൾ അവരോടൊരു തരം ദേഷ്യവും അസൂയയും വെറുപ്പും ഒക്കെ മനസ്സിൽ കടന്നുകൂടിയിട്ട് അത് കാലങ്ങളോളം കൊണ്ട് നടക്കുന്ന കുട്ടികളുണ്ട്. അവർ കാരണമാണല്ലോ എനിക്കന്ന് എൻ്റെ റാങ്ക് നഷ്ടപ്പെട്ടത്, എൻ്റെ ജീവിതം ഇത്രയും ഇങ്ങനെയൊക്കെ ആയി തീർന്നത് അവർ കാരണമാണല്ലോ എന്ന് പറഞ്ഞിട്ട്, അതായത് മാതാപിതാക്കളുടെ അതല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ പ്രഷർ, അതില് സ്ട്രെസ് ആവുന്ന കുട്ടികൾ പിന്നീട് അവര് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഈ ഒരു പരാജയത്തിന്റെ ഭയപ്പാടിനുള്ള കാരണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം, പിന്നെ സ്വന്തത്തെ കുറിച്ച് ഒരു വിശ്വാസവും സ്വന്തത്തെ കുറിച്ച് ഒരു അഭിമാന ബോധവും ഇല്ല എന്നുണ്ടെങ്കിൽ, സ്വന്തത്തിന് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കും.
എങ്ങനെ പോയാലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്, എന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇല്ലെങ്കിലും തോറ്റാലും പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം പിന്നെ എന്താണ്, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും, എന്നെ എന്തിനു കൊള്ളാം എന്തൊക്കെയല്ലേ പറയുക, അങ്ങനെ വരുമ്പോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പരാജയ ഭയം ഉണ്ടാവും. അതുമാതിരി തന്നെ വിജയത്തെ കുറിച്ചുള്ള ഒരു പേടി, ഞാൻ വിജയിക്കുമോ ഇല്ലേ. ചില മത്സരങ്ങളൊക്കെ ഇപ്പൊ റിയാലിറ്റി ഷോകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അവരുടെ പാരന്റ്സ് ആയിരുന്നു. വിജയിക്കോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്ക. കുട്ടിക്ക് ഞാൻ 100% ഞാൻ വിജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരെ കൂടെയുള്ളവരുടെ ആ ഒരു ഭയം, ആ ഒരു ആശങ്ക, സംശയം, ഇത് കാണുമ്പോൾ അവരുടെ ഉള്ള ആത്മവിശ്വാസവും ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ എനിവേ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഭയമുണ്ടെങ്കിൽ, തോറ്റു പോകുമോ പരാജയപ്പെടുമോ ഒരു എക്സാം എഴുതുമ്പോഴായിക്കോട്ടെ, അതല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാവട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് നമ്മളെ പഠനം സംബന്ധമായ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ട് എന്നുള്ളൊരു സംഗതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അക്നോളജ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ വേണ്ടത്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഭയപ്പെടുന്നത്, എന്തിനെയാണ്, അതിലേക്ക് നമ്മളൊന്ന് നമ്മളുടെ ശ്രദ്ധ കൊടുക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിനെ നോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല അതിനെ നമ്മളൊന്ന് റിക്കഗ്നൈസ് ചെയ്യാം. എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് എനിക്ക് ഇങ്ങനെ ഭയം ഉണ്ടാവാൻ കാരണം, എൻ്റെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്, ആരാണ് ഇതിന്റെ കാരണക്കാരൻ, ഞാൻ തന്നെയാണോ, അതല്ല എൻ്റെ കൂടെ ഉള്ള മറ്റുള്ളവരാണോ, അതല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഭയപ്പെടുവാൻ കാരണം എന്താണ്, ഞാനാണോ അവനെ ഇങ്ങനെയുള്ള ഒരു പരാജയ ഭീതി അവനിൽ ഉണ്ടാക്കി തീർത്തത്, എൻ്റെ ചില സമീപന രീതികളാണോ എന്ന് പാരൻസും ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ക്ലാസ്സിൽ അങ്ങനെയുള്ള ഒരു ഭയമുള്ള കുട്ടി ഉണ്ടെങ്കിൽ അതും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കുന്നത് നന്നായിരിക്കും. എന്തായിരിക്കും കാരണം, അവനക്ക് ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ലൈഫിൽ ആരെങ്കിലും അവനെ ഇങ്ങനെ വല്ല പ്രഷറും ചെയ്തിട്ടുണ്ടോ, ആ കുട്ടിയെ അങ്ങനെ വല്ല പ്രഷറും ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പരാജയ ഭയം വരാൻ കാരണം എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താൻ കഴിയും. അഥവാ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന് എന്താണ് അവിടെ അതിൻ്റെ ഒരു ട്രിഗർ പോയിന്റ് എന്നുള്ളത് പിന്നെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരു കാര്യവും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാം ഒന്ന് പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, പ്രതീക്ഷകൾ ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വീഴ്ച പറ്റും. അത് ചിലപ്പോൾ നമുക്ക് ഫുൾഫിൽ ആക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% തികഞ്ഞവരായിട്ട് ആരുമില്ല. ദൈവം തമ്പുരാന് മാത്രമാണ് ആ ഒരു ക്വാളിറ്റി ഉള്ളത്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വീഴ്ചകളൊക്കെ മനുഷ്യരുണ്ടാവും, വീഴ്ചകൾ പറ്റും, പരാജയം പറ്റും എന്നുള്ള ആ ഒരു ബോധ തലത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ഈ ഫിയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പരാജയം എന്ന് പറയുന്നത് മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം നമുക്ക് പരാജയപ്പെട്ടാലാണ് പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മുടെ അടുത്ത് വീഴ്ച പറ്റുമ്പോഴാണ് ഇനി ആ വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ വീഴ്ച പറ്റിയ സംഗതി നമ്മൾ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ പരിഹരിക്കുവാനുള്ള അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക വേണം. കാരണം പല മഹാന്മാരുടെയും ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരാജയപ്പെട്ടിട്ട് അവർ വിജയത്തിലേക്ക് വന്നവരായിരിക്കാം. വിജയത്തിന്റെ കൊടുമുടി കയറണതിന് മുമ്പ് പല ഇടർച്ചകളും
പല വീഴ്ചകളും അമ്പേ പരാജയപ്പെട്ട് ചിലപ്പോൾ സൂയിസൈഡ് ഒക്കത്ത് വരെ എത്തിയ ആളുകളായിരിക്കാം. പിന്നീട് അവിടെ നിന്നൊക്കെ അവരുടെ ആ ഒരു വിൽ പവർ കൊണ്ട്, അതല്ലെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞത് കൊണ്ട് അതിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് അവര് പിന്നെ നല്ലൊരു അവസ്ഥയിലേക്ക് മാത്രമല്ല ഒരു മാതൃകാപരമായിട്ടില്ല അവരെ നമ്മൾ പലപ്പോഴും പലരും റോൾ മോഡൽ ആക്കാറുണ്ട് പലരുടെയും. അങ്ങനെ നമ്മൾ റോൾ മോഡൽ ആക്കുന്ന പലരുടെയും ആ ഒരു ബയോഗ്രഫി, അവരുടെ ജീവിത ചരിത്രം അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു വസ്തുതയാണത്. അവർ പലവട്ടം പരാജയപ്പെട്ടു അതിൽ നിന്ന് ഉയർന്ന് എഴുന്നേറ്റ് വന്നവരാണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ പരാജയ ഭയം, അതിന്റെ നമുക്ക് അതിനോടുള്ള ഒരു പെർസ്പെക്റ്റീവ് അതിലൊന്ന് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മുന്നിൽ ഞാൻ ചെറുതായി പോകൂലേ, അതല്ലെങ്കിൽ ഞാൻ കഴിവ് കുറഞ്ഞവനായി പോകൂലേ, അവരെന്നെ കളിയാക്കും. പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മോചനം എനിക്കില്ല. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും. ഒന്നിന് തുടങ്ങിയാൽ 3 വട്ടം എന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ട് ഞാൻ ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവിടെ ഞാൻ പരാജയപ്പെടും എന്നുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് പറയുന്ന സംഗതികളാണ്. യാഥാർത്ഥ്യം അതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിനോടുള്ള ഒരു കാഴ്ചപ്പാട്, ആ പരാജയം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക, എന്താ പറ്റുക? ഒന്നും പറ്റില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യം പരാജയപ്പെട്ടാൽ അതൊന്നുമല്ല ജീവിതത്തിന്റെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തോൽവിയല്ല. ഈ തോൽവിയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാതെ വീണ്ടും പിന്നെ അതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കെന്ത് ജീവിതം പരാജയപ്പെടുള്ളൂ. പരാജയത്തെ ഭയപ്പെടുമ്പോൾ മാത്രമാണ് ജീവിതം പരാജയപ്പെടുള്ളൂ. അതല്ല പരാജയത്തെ ഭയപ്പെടാതെ അത് ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ പറ്റുന്ന ഒരവസ്ഥ മാത്രമാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ തോൽവി എന്ന് പറയുന്ന ഒന്നുമില്ല, അതൊരു ഫീഡ്ബാക്ക് മാത്രമാണ്. അപ്പോ എന്താണ് നമ്മുടെ പാസ്റ്റ് ഗ്രോത്തിനെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റ് നമ്മൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ ചിന്തകളെ ഒന്ന് പിന്നെ മാറ്റിപ്പിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? എല്ലാ വിജയിച്ച ആളുകളുടെ പിന്നിലും ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും, അവരുടെ ജീവിതം വിജയത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം ഉണ്ടാവും. അതുപോലെ നമുക്കും അങ്ങനെയുള്ള ഒരു കാരണം ഉണ്ടായിക്കൂടാ. എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന, അതല്ലെങ്കിൽ നമ്മളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം ഈ നമ്മൾ താൽക്കാലികമായിട്ട് അനുഭവിക്കുന്ന ഒരു പരാജയം എന്നുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു വിഷയമേ ആവില്ല എന്നുള്ളതാണ്. അതുമാതിരി തന്നെ പിന്നെ അത് നമ്മുടെ പലപ്പോഴും നമുക്കതൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരും, ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നുള്ളത് ചിലപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഒരു വാശി കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൂടുതൽ പഠിക്കുവാനുള്ള, എവിടെയാണ് എനിക്ക് കാലിടറിയത്, ഏത് പേപ്പറിലാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ആ മെത്തേഡ് ശരിയായില്ലേ, അതല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് ശരിയായ രീതിയിലല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വർക്ക് ശരിയായ രീതിയിലല്ലേ, പഠിക്കാനുള്ള മെത്തേഡ് അതൊക്കെ എന്താണെന്നുള്ള ഒന്ന് വിലയിരുത്തുവാനും അതിനെ പുതിയൊരു തലത്തിലേക്ക്, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു അവസരമാക്കിയിട്ട് നമ്മൾ പിന്നെ അതിനെടുക്കണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സുകളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒരുപാട് പിന്നെ പാഠമുണ്ട്. അതുമാതിരി തന്നെ പിന്നെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഗതിയിൽ നിന്ന് നമ്മള് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, എനിക്ക് എങ്ങനെയാണ് അതിനെ വീണ്ടും പഠിച്ചെടുക്കുവാൻ കഴിയുക, ഞാൻ എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നതിനേക്കാൾ നാം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെടാതിരിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ അതിനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടിട്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്തകളോട്
അതൊരു ചാലഞ്ചിങ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരിക, എന്നിട്ട് അതിനോട് സമരസപ്പെട്ടു പോവാതെ അത് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം നമ്മെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചലഞ്ചസ് ഉണ്ടാവും. മനുഷ്യൻ ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ, അതല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ വിജയപാതയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായിക്കൊള്ളണം എന്നില്ല, പല വിധത്തിലുള്ള പ്രയാസങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. അതൊക്കെ തന്നെ നമ്മൾ നെഗറ്റീവ് ചിന്തകളിലൂടെ, നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതായത് തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിപ്പോ അതിന് പോയിട്ട് കാര്യമില്ല, അതിന് എന്നെ കൊണ്ട് കഴിയില്ല, അതെങ്ങനെ ഞാൻ ഓവർകം ചെയ്യും, എന്നെ കൊണ്ട് അത് കഴിയില്ല എന്നുള്ളത് അതേസമയം നെഗറ്റീവ് തോട്ടാണ്. പക്ഷെ എന്നെ കൊണ്ട് കഴിയും, ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വരുന്ന ചാലഞ്ചസിനെ ഞാൻ ഫേസ് ചെയ്യും എന്ന് പറയുന്നതാണ് അവിടെ പോസിറ്റീവ് ചിന്ത. അപ്പൊ മാത്രമല്ല നമ്മൾ അതിലെ എൻഡിങ് പോയിന്റിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടാൻ പോകുന്ന വിജയം, നമ്മൾ പരാജയത്തെ കുറിച്ചല്ല, പരാജയമല്ല നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. പരാജയം നമുക്ക് കാണാം, നമുക്കൊരു ഫീഡ്ബാക്ക് ആയിട്ട് മാത്രം കാണാം. അതേസമയം നമ്മൾ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ അകക്കണ്ണുകൊണ്ട്, നമ്മളെ മനക്കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം വിജയത്തിലെത്തുന്നതും ആ വിജയത്തിലൂടെ നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്ക് നമ്മൾക്ക് പറക്കാൻ പറ്റും അത്രയും ഉയരത്തിൽ നമ്മുടെ മനസ്സിനെ പറപ്പിച്ചു വിടുക എന്നുള്ളതാണ്. മാത്രല്ല അങ്ങനെ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ടേക്ക് ആക്ഷൻ, നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മളെ ഈ ഒരു പരാജയത്തിന്റെ ഭയം നമ്മുടെ മനസ്സിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പരാജയ ഭയത്തെ അതിനങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയും അതേസമയം നമ്മൾ അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിലേക്ക് ഞാൻ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭയം വരുമ്പോൾ നാം ചില ആക്ഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതും, അങ്ങനെ ഒരുപാട് വലിയ ഗോളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സ്മോൾ പീസസ് ആയിട്ടാണ് നമ്മൾ, അതല്ലെങ്കിൽ സ്മോൾ സ്റ്റെപ്സുകളായിട്ടാണ് നമ്മൾ അത് എടുക്കേണ്ടത്, അത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആക്ഷൻ എടുത്ത് തുടങ്ങും. ആ ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ കയറി കൂടിയ ആ ഒരു നെഗറ്റീവ് ചിന്തകളുടെ ഗ്രോത്ത് താഴോട്ട് പോകും. താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനോട് ആ ഒരു വിജയത്തിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒന്നിലും പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തോട് തന്നെ ഒരു വെറുപ്പ്, അതല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഏത് സമയത്താണ് ഇപ്പൊ അതിൽ ചെന്ന് ചാടാൻ എനിക്ക് തോന്നിയത്, അതല്ലെങ്കിൽ ഏത് സമയത്താണ് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതല്ലെങ്കിൽ അത് ചെയ്യാൻ തോന്നിയത്, അതുകൊണ്ടല്ലേ ഞാനിപ്പോ പരാജയപ്പെട്ടത്, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാം നമ്മുടെ മനസ്സിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ, എൻ്റെ കൂടെയുള്ള അവരൊക്കെ എത്ര ഉയരത്തിലെത്തി, അവരൊക്കെ എത്ര പഠിച്ചു, അവരൊക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എത്രമാത്രം സമ്പാദിക്കുന്നുണ്ട്, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ഞാൻ എൻ്റെ തലവിധി ഇങ്ങനെ ആയിരിക്കും, എൻ്റെ തലവര ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ കാണാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നതിൽ തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് നമുക്കുണ്ട്. കാരണം ദൈവം തമ്പുരാൻ അവർക്ക് കൊടുത്ത അതേപോലെ തന്നെയാണ് അവയവങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുള്ളത്, ബുദ്ധിയും ഒക്കെ ഉണ്ട്. ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, പക്ഷെ നമ്മുടെ ബുദ്ധിയെ വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്, അല്ലെ? നമ്മളത് കാണുന്നില്ല, അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കാണുന്നത് എന്താണ്? നമ്മേക്കാൾ മുന്നേ നടന്നവരുടെ വിജയത്തിലേക്ക് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഖേദവും നിരാശയുമാണ് നമ്മുടെ മനസ്സ് നിറയെ. അങ്ങനെ ആ ഒരു ഖേദവും നിരാശയും വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല? വിജയത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള മാനസികാവസ്ഥ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാം നമ്മെ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്, നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. മറ്റുള്ളവര് ആയിക്കോട്ടെ, മറ്റുള്ളവരും നടക്കട്ടെ, എന്നാ അവരുടെ പോലെ തന്നെ ചില കഴിവുകൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബി കൈൻഡ് ടു യുവർ സെൽഫ്. അതായത് നമ്മോട് തന്നെ ഒരു കൈൻഡ്നെസ്, നമുക്ക് ദയ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത്. അപ്പൊ അങ്ങനെ നമ്മോട് തന്നെ ഒരു ദയം തോന്നുമ്പോ നമ്മോട് തന്നെ നമ്മള് മറ്റു പലരോടും ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് പുലർത്തും. അവൻ എന്ത് ചെയ്തിട്ടും അങ്ങനെയാണ്, എത്രയേ അവന് ചെയ്തു നോക്കി എന്നിട്ടും കണ്ടില്ലേ പാവം, അയ്യോ പാവം എന്ന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയും. പക്ഷെ അതേസമയം നമ്മെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മോട് പിന്നെ എമ്പതി കാണിക്കുക, നമ്മോട് സിമ്പതി കാണിക്കുക എന്നുള്ളതാണ്. നമ്മോട് നമ്മൾ തന്നെ ഒരു കരുണ കാണിക്കുക. ഓക്കെ, നമ്മുടെ ആത്മാവിനോട് നമ്മുടെ മനസ്സിനോട് സാരമില്ല, അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, എന്നെ കൊണ്ട് കഴിയില്ല, അതല്ലെങ്കിൽ ഞാൻ വെറും പരാജയമാണ്, ഞാൻ ഭൂമിക്ക് ഭാരാണ്, എന്താണ് ലക്ഷ്യം, അടുത്ത ലക്ഷ്യം എന്താണ്, ഒന്ന് പരാജയപ്പെട്ടു, അടുത്ത ലക്ഷ്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്താലും എങ്ങനെയാണ്, പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുള്ളൂ, പിന്നെ ഞാൻ എന്ത് ലക്ഷ്യം വെക്കാനാ എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ കുറ്റപ്പെടുത്തി വളരെ നിരാശയിലൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതെ, അതേസമയം ആ നെഗറ്റീവ് ടോക്കിന് പകരം ഇനിയും ഞാൻ വിജയിക്കുന്നത് വരെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ എന്നിലേക്ക് നോക്കിയിട്ട് എനിക്ക് വിജയിക്കാൻ ആവശ്യമുള്ള സംഗതികൾ ദൈവം തമ്പുരാൻ എന്നിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ അതൊന്ന് തെരഞ്ഞു നോക്കുകയേ വേണ്ടൂ, കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ. നാം നമ്മെ തന്നെ ഒന്ന് മുട്ടി നോക്കുക, നമ്മുടെ മനസ്സിനെ മുട്ടി നോക്കുക, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കുക, അതിനെ ഒന്ന് മുട്ടി നോക്കുക, തുറക്കപ്പെടും. അപ്പൊ അത് എടുത്തുകൊണ്ട് അതാണ് നമ്മുടെ ആയുധം, അതാണ് നമ്മുടെ വഴികാട്ടി. അപ്പം നമ്മ ആ ഒരു നെഗറ്റീവ് ടോക്കൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് പരാജയമായിട്ട് വരുന്നത് എന്തും നന്മക്ക് വേണ്ടിയിട്ടാണ്, മുന്നോട്ടുള്ള ഒരു കുതിച്ചു ചാട്ടത്തിന് വേണ്ടിയിട്ടാണ്. സുനാമി വരുന്നതിന് മുമ്പുള്ള തിരമാലകളുടെ അവസ്ഥ നമ്മൾ വായിച്ചറിഞ്ഞതാണ്, ചിലവർ അത് അനുഭവിച്ചറിഞ്ഞതാണ്. വളരെ ശാന്തമായി കിടക്കുന്ന കടലിൽ നിന്നാണ് സുനാമി തിരമാലകൾ വരുന്നത് അല്ലെ. എന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സ് കാമാക്കിടുക, അതിൽ ചിന്തകൾ നിറക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറക്കുക, വിജയത്തിന്റെ ചിന്തകൾ നിറക്കുക, വിജയിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ചിന്തകൾ നിറക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് മാറി വരുന്നത് നാം അറിയാതെ തന്നെ ആ മാറ്റം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുമാതിരി തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചില ചാലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ നോക്കുക, അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു എഫേർട്ട് എടുക്കണം, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചില ആളുകളുടെ ചില ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരു വിഷമായി തോന്നും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള ആരുടെയെങ്കിലും ആറ്റിറ്റ്യൂഡ് നമുക്ക് വളരെ അരോചകമായിട്ട്, അതല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതികരണങ്ങളും ആറ്റിറ്റ്യൂഡും ഉണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളത് നമ്മളെ കൺട്രോളിൽ പെട്ടതല്ല. ഓക്കെ, അവരുടെ ചിന്തകളെ മാറ്റുക, അവരെ നമ്മെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുക, നമ്മളുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ കൺട്രോളിൽ പെട്ടതല്ല. പക്ഷെ അതേസമയം നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിൽ പെട്ടതാണ്. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ മനസ്സുകളിലുള്ള ചിന്തകളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, മറ്റുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ ഇനിയിപ്പോ ഈ ഒരു നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പലതും സമീപിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക. അപ്പൊ അതൊക്കെ തന്നെ നമ്മളെ കൺട്രോളിലാണോ എന്നുള്ളത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം.
അപ്പൊ അല്ലാത്തതിനെ കുറിച്ച് എനിക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയാത്തത് ഇന്ന കാരണം കൊണ്ടാണ്, അവര് കാരണമാണ്, ഇവര് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം തള്ളി നീക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുന്നത് വെറും ശുദ്ധമായ മണ്ടത്തരാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിക്കുന്നതും അവരുടെ തോന്നലുകൾ മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ, അതൊന്നും നമ്മുടെ കൺട്രോളിൽ പെട്ടതല്ലല്ലോ. ഓക്കെ, അതല്ലെങ്കിൽ ഇനിയിപ്പോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കും, ഇതൊന്നും നമ്മളെ കൺട്രോളുകൾ പെട്ടതല്ല അല്ലെ. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സ് നന്നാക്കാനും അവർക്ക് നമ്മെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ആർക്കും എന്തും തോന്നിക്കോട്ടെ, ഇത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിന് ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, അവർക്ക് ആർക്കുമല്ല. അപ്പൊ അതുകൊണ്ട് ആർക്കും എന്ത് തോന്നുക എന്നുള്ളത് എന്റെ കൺട്രോളിൽ പെട്ടതല്ല, ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ആറ്റിറ്റ്യൂഡും പിന്നെ എന്താണ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ വറീഡാവേണ്ട കാര്യമല്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കതിന് ചെയ്യാനുള്ളത്. അതുമാതിരി തന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് റിയലിസ്റ്റിക് ആയിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഭാവനകൾ കാണും, അതിന് പൈസക്ക് ചെലവില്ലല്ലോ. സ്വപ്നങ്ങൾ കാണാനും പ്രതീക്ഷകൾ, അതന്നെയല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആണ് തീർച്ചയായിട്ടും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കാശിന് ചെലവൊന്നുമില്ല. പക്ഷെ അതേ സമയം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു റിയലിസ്റ്റിക് ആയിരിക്കണം. അത് വെറും ഒരു പിന്നെ സ്വപ്നം കാണൽ മാത്രമല്ല, ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നടന്നെത്താൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. മാത്രമല്ല അതിനെ എങ്ങനെ പിന്നെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് പെർഫെക്ഷനിസം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം തൽക്കാലം. അത്ര പെർഫെക്റ്റ് ആയാൽ മതി. എല്ലാം തികഞ്ഞിട്ട് നമുക്കൊരു സംഗതി ചെയ്യാൻ പറ്റില്ല, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുക. ഉള്ളത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വിഭവമാണോ ഉള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാം പൂർത്തിയായതിനു ശേഷം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ആയുസ് പിന്നെ ചെറുതും നമ്മുടെ ആഗ്രഹങ്ങൾ വലുതുമാണല്ലോ. അപ്പൊ നമുക്ക് ഒട്ടും ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. ചെയ്യാൻ കഴിയാതെ പിന്നെ അതിമ ചെല്ലിയിട്ടുള്ള നിരാശകളായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതിന്റെ പ്രോഗ്രസ്സിലേക്കാണ്. അതല്ലാതെ പിന്നെ അത് എന്താണ്, അത് പെർഫെക്ഷനിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് പെർഫെക്റ്റ് ആവണം എന്നുള്ളതിലേക്കല്ല നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര കണ്ട് അത് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത സംഗതികൾ എത്ര കണ്ട് പുരോഗമിച്ചിട്ടുണ്ട്, ഇനി എത്ര ചെയ്യാനുണ്ട്, ചെയ്തോടത്തോളം കാര്യം അതിൽ പിന്നെ ഇനി എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയി എന്നുള്ളത് പിന്നെ നോക്കണതും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതുമ്മേൽ മാത്രം നമ്മളെ ശ്രദ്ധ കുടുങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചെയ്ത് പറഞ്ഞ് ചിലപ്പോ നമ്മൾ ഈ വിശ്വാസം എന്നൊക്കെ പറയൂല ഇല്ലാതെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വീട് ഒരു ഉദാഹരണം പറയണം, വീട് നന്നായി വൃത്തിയാക്കി കൊണ്ടു നടക്കണം എന്നുള്ളത് പിന്നെ എന്തായിരുന്നാലും നമ്മുടെ ഒരു ആവശ്യം മാത്രമല്ല, അത് വേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ മറ്റൊന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് വാശി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് പോകും. അതിന് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പരാജയപ്പെടുത്ത ആ ഒരു പരാജയ പേടിയുടെ കാര്യമല്ലല്ലോ. പക്ഷെ നമ്മൾ എന്താ വേണ്ടത്, ഇന്നും നാളെ നമ്മുടെ 2 ദിവസം ഒരുപോലെ ആവാൻ പാടില്ല എന്നുള്ളത് ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റുള്ളൂ. വിജയകരമായ, അതായത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ സൊസൈറ്റിയുടെയും വിജയത്തിന് വേണ്ടിയിട്ട്, അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയും ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മളത് പുറകോട്ട് വലിക്കുകയേ ചെയ്യുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച കാര്യം വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള മിംഗ്ലിങ്.
എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവായി അതൊന്നും ഇപ്പൊ ചെയ്യണ്ട, അതൊന്നും വേണ്ട 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 എന്ന് പറയുന്ന ചില ആളുകളെ എന്തിനും ഒരുങ്ങിയാൽ അത് ചില ഫാമിലിയിൽ ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മളെ കൂടെ നടക്കുന്ന ചില ആളുകളിലുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ ആ കാര്യം ചെയ്തിട്ട് മറ്റാരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവരാദ്യം എടുത്ത് പറയുക. അതേസമയം സെയിം സംഗതി തന്നെ ചെയ്ത് വിജയിച്ച ആളുകൾ എത്രയോ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമില്ലാതെ 100-ൽ ഒരാൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും പിന്നെ എടുത്ത് പറയാ, കണ്ട അന്നാള് അയാൾ അങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെട്ടാണ്, അതിന് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഗതിനെ മുടക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള തെറ്റുകൾ മാത്രം കണ്ടെത്തിയിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, നമ്മെ പിന്നെ മാനസികമായിട്ട് തളർത്ത. അവരത് ചിലപ്പോ ശുദ്ധമാരായിരിക്കാം, അവരത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ഇത് ഇവർക്ക് പിന്നെ ഫീലിങ്സ് അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വിഷമിക്കും, പിന്നെ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അതേസമയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ ആരായിരുന്നാലും നമ്മൾ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഗതിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ടീവായിട്ട് ആരാണ് ഉള്ളത് അവരെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. അവരോട് മാത്രമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ അതുപോലെ തന്നെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളുണ്ട്. സപ്പോർട്ടായിട്ട് നിൽക്കുക മാത്രമല്ല നമ്മളെ പിന്നെ അതിന് കൂടുതൽ അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് കൂടെ നമ്മിലേക്ക് എത്തിച്ചു തരാൻ അത്രയും ആത്മാർത്ഥതയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അവരോടൊക്കെയാണ് നമ്മൾ പിന്നെ ഈ സംഗതികൾ ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ എല്ലാവരോടൊന്നും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെട്ട സംഗതികളായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് സംഭവിക്കാം. പരാജയ ഭയം എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരികയേ ചെയ്യുള്ളൂ. നമുക്ക് ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും എത്തുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ജഡ്ജ് ചെയ്യുന്ന റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ നമ്മെ മാത്രമല്ല എല്ലാ ആളുകളെയും ചില ആളുകൾ വളരെ റോങ് ആയിട്ട് ജഡ്ജ് നെഗറ്റീവ് ഒരു കാഴ്ചപ്പാടിലായിരിക്കും അവരുടെ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പിന്നെ ശീലിച്ചു പോകുന്നത് അതായിരിക്കാം. അവർ ചെറുപ്പയിലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അവർ ചെറുപ്പം മുതലേ ശീലിച്ചത് അതായിരിക്കാം. പിന്നെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ഗുണങ്ങൾ ചെയ്താൽ വരെ അതിലെന്തെങ്കിലും നെഗറ്റീവ്സുകൾ കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും അവർ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നമ്മൾ ബാക്കിലോട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീക്ക് സപ്പോർട്ട് അന്വേഷിക്കുക. അതായത് പിന്നെ എന്താണ് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ എന്താണ് കുറച്ചും കൂടി നമുക്ക് പറഞ്ഞു തരാൻ നിപുണരായ കഴിവുള്ള, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗോൾ എന്താണോ, നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്ത ഗോളിലേക്ക് നമ്മെ എത്തിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ പ്രാപ്തമായ ആളുകളിൽ നിന്ന് നമ്മൾ സഹായം തേടുക എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം അതിന് സമ്മതിക്കില്ല. ഇത് ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്തോളാം, വേറെ ആരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മണ്ടത്തരത്തിലൊക്കെ നമ്മൾ ചെന്ന് ചാടിയേക്കാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ആ ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ ഒന്നും നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ പാരന്റ്സ് ആണെങ്കിൽ മക്കളുടെ സപ്പോർട്ടോടുകൂടെ, മക്കളാണെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ടോടുകൂടെ, ഇനി അതും ഇല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രഗത്ഭരായ മറ്റൊരാളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് സംഗതി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒറ്റക്കൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈഗോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്താണ് നമ്മൾ സഹായം ആവശ്യപ്പെടേണ്ടടുത്ത് നമ്മൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ലാസ്റ്റ് പിന്നെ ഒരു സംഗതി കൂടെ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട്, അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു പരാജയ പേടി ഉണ്ടെങ്കിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. 4 ചോദ്യം നാം നമ്മോട് ചോദിക്കാം. ഓക്കെ, ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്, ആരെയാണ് ഭയപ്പെടുന്നത്? അതൊരു ചോദ്യമാണ് അല്ലെ. ഞാൻ മുന്നോട്ട് പോകുമ്പോ ഞാൻ വിജയിക്കുകയില്ല അല്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള ഭയം എന്തിനെയാണ്? ഞാൻ എന്നെയാണോ ഭയപ്പെടുന്നത്? അതല്ല മറ്റുള്ളവരെയാണോ ഭയപ്പെടുന്നത്? അതല്ല സിറ്റുവേഷനെയാണോ ഭയപ്പെടുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതിയെയാണോ ഞാൻ ഭയപ്പെടുന്നത്?
എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ഞാൻ ശരിക്കും എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്നത് നമ്മൾ ചോദിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ അവിടെ വരും. അതിനൊന്നും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളിടത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. രണ്ടാമത്തത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് പോരാടുന്നത്? എന്തെങ്കിലും ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമല്ലോ. നമ്മളൊരു സംഗതി ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡേഴ്സ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കാം. എന്തായിരുന്നാലും നമ്മൾ എന്താ ചിന്തിക്കണം, ഞാൻ ആർക്ക് വേണ്ടിയാണ്? തനിക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ സ്വന്തത്തോട് അത്രയും സ്നേഹമുണ്ട്. അപ്പൊ അത്രയും സ്നേഹം ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടുന്നു? എനിക്ക് ചെയ്യല്ലേ വേണ്ടു. എൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ എൻ്റെ കടമ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫാമിലിക്ക് വേണ്ടി ഞാനത് ചെയ്തേ പറ്റൂ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് സാലറി തരുന്നുണ്ട്. അപ്പൊ അതിനോട് ഞാൻ നീതി പുലർത്തിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും ഞാൻ ചെയ്തേ പറ്റൂ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്നുള്ള ചോദ്യം. മൂന്നാമത്തത് ചോദിക്കേണ്ടത്, ഞാൻ ഇനി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു സംഗതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മോശമായ സംഗതികളും സംഭവിക്കും, നല്ല കാര്യങ്ങളും സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മള് അത് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മോശമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തൽക്കാലം അത് മാറ്റി വെച്ചിട്ട്, ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുക, നമ്മൾ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ പറയില്ല. അപ്പൊ ആ മോശമായ സംഗതികൾ ഇന്നതൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് തൽക്കാലം നമ്മൾ മാറ്റിവെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇതെങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും, ഇതിനോട് അനുബന്ധമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച മോശമായത് മാറ്റി നിർത്തിയിട്ട് വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഏറ്റവും നല്ല ചിന്തയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം, അതല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് ഉള്ളത്. നാലാമത്തേത്, പരാജയപ്പെട്ടാൽ ഞാൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇൻ കേസ് ഞാൻ ചെയ്യുന്ന സംഗതിയിൽ എന്തെങ്കിലും ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് കൂടി നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിരിക്കുന്നത് ആലോചിക്കുക. ചിലപ്പോൾ ആകസ്മികമായിട്ടായിരിക്കാം നമ്മൾ പരാജയപ്പെടുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പരാജയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് ആ അങ്ങനെ നമ്മൾ ചിന്തിക്കാം. പ്രതീക്ഷിക്കാതെയാണ് അത് പരാജയം എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്നുള്ളതും നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? പരാജയം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ എത്ര നിഷേധിച്ചാലും ചില പരാജയങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ പ്രയാസമുണ്ടാവാം. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ ചിന്തകള് അതിന് കീഴ്പ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത് എന്ന് മാത്രം. ആ യാഥാർത്ഥ്യത്തിന് അടിമപ്പെട്ടു പോയിട്ട് നമ്മുടെ ചിന്തകൾ മരവിച്ചു പോയിട്ട് നമ്മൾ ആ ഒരു ചിന്തയുടെ അടിമകളായിട്ട് അങ്ങനെ മാറാൻ നമ്മൾ അനുവദിക്കാതെ നമ്മൾ സാധ്യതകളെ മാത്രം കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. നമ്മളെ മനസ്സിലേക്ക് ഈ ചിന്തകൾ വരുമ്പോൾ അതിനെ പരാജയ ഭയത്തെ നമ്മെ അതിന് കീഴ്പ്പെടുത്താൻ അനുവദിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അതിന്റെ സാധ്യതകളെ കുറിച്ചും മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിന്റെ ഏതറ്റം വരെയും, പരാജയം എന്നത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുവാനുള്ള വഴികൾ എൻ്റെ മുന്നിൽ തുറന്നു കിട്ടും. അതെന്തായാലും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വഴികൾ നമ്മളെ മുന്നിൽ തുറന്നു കിട്ടും. അതിന് ചിലപ്പോ ചില കാലതാമസങ്ങൾ ഉണ്ടാവും, ചിലപ്പോ ചില നിമിത്തങ്ങൾ ഉണ്ടാവും. അതുവരെ നമ്മൾ കാത്തിരിക്കുക, പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുക. അതേസമയം പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുക. അതിന് സപ്പോർട്ടായിട്ടുള്ള ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂട്ടുപിടിക്കുക. നമ്മുടെ മനസ്സ് അതിനുവേണ്ടി ഒരുക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമ്മുടെ EFT ക്ലാസ്സുകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ അത് അധികം താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഒരുപാട് ആളുകൾ അത് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ EFT ക്ലാസ്സിലെ കോഴ്സില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അധികം താമസിയാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള അവസരമാണ് 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വൈകിപ്പിക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇത് ആവശ്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു.